പേര് ശൈലജ. ഞാൻ നേര്യമംഗലം ഫാമിൽ ലേബറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ തിപ്പല്ലിയാണ്. ഈ തിപ്പല്ലി മുഷോപ്പർ ഗ്രാഫ്റ്റ് ചെയ്യണം. നല്ല വെറൈറ്റി മുഷോപ്പർ ഗ്രാഫ്റ്റ് ചെയ്യണം. ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം തിപ്പല്ലിയുടെ ഇത് കട്ട് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ഈ തിപ്പല്ലി കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്നു. ഗ്രാഫ്റ്റ് ചെയ്യാൻ നമ്മൾ ഇതിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുന്നു. കട്ട് ചെയ്യുന്നു, ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുന്നു. പ്ലാസ്റ്റിക് ബഡ്ഡിങ് ടേപ്പ് വെച്ച് ഇത് കെട്ടി വെക്കുന്നത് വെള്ളമൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. ഈ ബഡ്ഡിങ് ടേപ്പ് കൊണ്ട് ഇത് കെട്ടി വെക്കുന്നത്. ഇതൊരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലോണം ഇല വന്ന് ഇത് നിറയെ ഇല വന്ന് നല്ല കായ ഉണ്ടാവും. ഇത് ചട്ടിയിൽ വെച്ച് നല്ല ഒത്തിരി ബുഷായിട്ട് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് പറിച്ചെടുക്കാം. ഇതിൻ്റെ ഈ തിപ്പല്ലി ഗ്രാഫ്റ്റ് ചെയ്യണത് ഇതിൻ്റെ അകത്ത് ചെളിയുള്ള സ്ഥലത്തായാലും വച്ച് പിടിപ്പിച്ച വേരുകൾക്ക് പെട്ടെന്ന് ചീച്ചിലൊന്നും വരില്ല. അതുകൊണ്ടാണ് ഈ ബുഷോപ്പർ തിപ്പല്ലി ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ നേര്യമംഗലത്ത് തിപ്പല്ലി ഗ്രാഫ്റ്റ് ചെയ്ത ബുഷ് ഇഷ്ടംമാതിരി വിൽപ്പനയ്ക്കുണ്ട്. ഇതാണ് തിപ്പല്ലി ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ മുറ്റത്ത് വച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വേഗം കറികൾക്കൊക്കെ ഇടാൻ വേണ്ടി കുരുമുളക് പറിച്ചെടുക്കാം. ഇത് ബുഷ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ചെടിച്ചട്ടിയിൽ ഗ്രോ ബാഗിലൊക്കെ നട്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് എപ്പോഴും ഇതിനകത്ത് ഇങ്ങനെ ഇത് കണ്ടോ, എപ്പോഴും ഇതിനകത്ത് കുരുമുളക് ഉണ്ടാവും. ആ, നല്ല ഇനം കുരുമുളക്. ഇതെല്ലാം ഇതിന്റെ മണി നോക്കി, നല്ല രസം. ഇതിനകത്തുണ്ടല്ലോ ഉണ്ടാക്കി കിടക്കുന്നത്. ഇതിലൊക്കെ ഉണ്ട്, ആ ഭാഗത്തൊക്കെ ഉണ്ട് ഉണ്ടാക്കി കിടക്കുന്നത്. കുറ്റിക്കുരുമുളക്